ഹലോ. ഇന്ന് എലക്ഷൻ ദിവസമായിരുന്നല്ലോ, അപ്പൊ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോകേണ്ട ഒരു പണി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ മൊത്തത്തിൽ പ്ലാൻ മൊത്തം പാളി. ഇന്നലെ ഉറക്കം ശരിയായില്ല. അപ്പൊ ഇന്നലെ ഉറക്കം ശരിയാവാത്തോണ്ട് തന്നെ രാവിലെ എനിക്ക് വോട്ട് ചെയ്യാൻ പോകാനായിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു. വോട്ട് ചെയ്തോട്ടാ. ഞാൻ മിക്കവാറും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും വോട്ട് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസം തന്നെ മിക്കവാറും കഴിയാറായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ വോട്ടിങ്ങിനെ പറ്റി ഈ വീട്ടിൽ പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ എന്തായാലും വോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. ഓക്കെ, അപ്പൊ വോട്ടിങ്ങിന്റെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ വന്നിട്ട് ജേണൽ ചെയ്തു. ഇന്ന് ജേണൽ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ചാണ്. വേറൊന്നുമല്ല, നമ്മള് ജേണൽ ചെയ്തുകൊണ്ടിരുന്ന ഡയറി കൊണ്ടുവരാൻ മറന്നു. അപ്പൊ ഇവിടെ ഉള്ള ഒരു ബുക്കിൽ ഇരുന്നിട്ടാണ് തൽക്കാലത്തേക്ക് ജേണൽ ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ച കാര്യം, അതായത് നമ്മൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആക്കി വെക്കണം കാര്യങ്ങളെന്നേ. വേറൊന്നുമല്ല, ഇപ്പോ ഞാൻ ആ ബുക്കിൽ തന്നെ ജേണൽ ചെയ്യുള്ളൂ, ചെയ്തോണ്ടിരുന്ന ബുക്കിൽ തന്നെ ജേണൽ ചെയ്യുള്ളൂ, മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് പോവും നമുക്ക് വിചാരിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ജേണൽ നടക്കില്ലായിരുന്നു. കാരണം ഞാൻ ബുക്കില്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഞാനിപ്പോ ഒരു കാര്യം ചെയ്തപ്പോ ഓക്കെ, എന്ത് സാഹചര്യം എന്താണെങ്കിലും നമ്മളെ കാര്യം ചെയ്യാന്നുള്ളതാണല്ലോ മെയിനായിട്ട്. ആ ബുക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് ജേണൽ ചെയ്യാണ്ടിരിക്കുന്നേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് ഉള്ള സാഹചര്യം ഉള്ള ബുക്കും പേനയും വെച്ചിട്ട് നമ്മളൊരു ജേണൽ ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തോട്ട്സ് ഒന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണല്ലോ. നമ്മൾ കുറച്ചുകൂടെ ഇതുപോലെ ചാലഞ്ച് നിങ്ങൾ ഭാവി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആക്കി വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് പറയണമെന്ന് തോന്നി. ജേണൽ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ മെഡിറ്റേഷൻ ചെയ്തു. മെഡിറ്റേറ്റ് കുറച്ച് നേരം ഇരുന്ന് കുറച്ചും നേരം എനിക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ട് മെഡിറ്റേഷൻ ആ ഒരു പൊസിഷനില്. നല്ല രസമാണ് അങ്ങനത്തെ ഒരു ഇരിക്കാനായിട്ട്. ഇവിടുത്തെ ഷൂട്ടിങ് കുറച്ച് ഇതാട്ടോ, സ്റ്റെബിലിറ്റി കുറച്ച് പോകണമെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. ഇനിയിപ്പോ പണിയുള്ളത് നമുക്ക് ബുക്ക് വാങ്ങിക്കണം. ബുക്ക് ഇന്നലത്തെ ബുക്ക് കഴിഞ്ഞല്ലോ, ഇനി വേറെ ബുക്ക് ഇല്ല എൻ്റെ ഉണ്ട്. പക്ഷെ വൈബ് സെറ്റ് ആവണം ബുക്ക് വെച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പകുതി ഒന്ന് ഇട്ടിട്ട് പോകും. വൈബുള്ള ബുക്കുകൾ വായിച്ച് സെറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ ബുക്കുകൾ വായിക്കാന്നുള്ള വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് ആ ബുക്കുകൾ മോശമാണെന്നോ അങ്ങനത്തെ അഭിപ്രായം അല്ല കേട്ടോ. അപ്പോ ഇനി ബുക്ക് നോക്കണം. ഇന്നിപ്പോ ഇലക്ഷന്റെ ദിവസമായതുകൊണ്ട് ബുക്ക് കാർഡിലൊക്കെ ഓപ്പൺ ആണെന്ന് പോലും എനിക്ക് അറിയില്ല. എന്തായാലും ഇന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണം. പിന്നെ ഇന്ന് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അത് ആ പരിപാടി നടക്കുകയാണെങ്കിൽ മിക്കവാറും തമ്മിൽ അതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾറെഡി. എനിക്കിപ്പോ അറിയില്ല നടക്കില്ലെന്ന്. നടക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഞാനിപ്പോ അതിനെപ്പറ്റി നമുക്ക് നോക്കട്ടെ, നടന്ന് ഞാൻ പറയാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ വർക്കൗട്ട് ഇപ്പൊ സമയം 10 മണിയാവണ്. രാവിലെ 10 മണിയാവണ്. രാവിലെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ വർക്കൗട്ട് ചെയ്യാനൊരു മടിയുണ്ട്. കാരണം കുളിച്ചൊക്കെ കഴിഞ്ഞില്ലേ, വർക്കൗട്ട് തന്നെ വീണ്ടും കുളിക്കേണ്ടി വരും. ഉച്ചയ്ക്ക് കുളിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു മടിയുണ്ട്. പക്ഷെ വൈകുന്നേരത്ത് കഴിക്കണമെങ്കിൽ ഞാൻ നടക്കില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി പരിപാടി ഉണ്ട്, വർക്കൗട്ട് ചെയ്യണം. ഈ ചൂടത്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ ചിലടുത്ത് പോയില്ലേ, ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ ഇനി വർക്കൗട്ടും ബുക്ക് വായന മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ജേർണൽ മെഡിറ്റേഷൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്താണ് അതിന് സംഭവിക്കാൻ പോണേ. ഹലോ. നമ്മളെ ഗുരുവായൂർക്ക് പോവാ. ഗുരുവായൂർ അച്ഛൻ ഒരു വഴിപാട് നേർന്നുണ്ട് എൻ്റെ പേരിൽ. അപ്പോൾ അതിനു വേണ്ടി പോവാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി. അത് ഓണാവില്ലെന്നൊരു പരിപാടി നടക്കില്ലെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ ഉറപ്പ് പറയാണ്ടിരുന്നത്. ഏകദേശം ഉറപ്പായി. നേരെ ഗുരുവായൂർക്ക് പോവാണ്. പിന്നെ നമുക്ക് ബുക്ക് വാങ്ങാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ഓട്ടം കിട്ടിയതിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല ഓട്ടമായിരുന്നു. അതിന് താക്കോടി ഒന്നൊരു ഹറിബറിയാണ്. അപ്പോൾ ബുക്ക് വാങ്ങാൻ പറ്റിയില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കട്ടെ, ബുക്ക് വാങ്ങാൻ പറ്റിയായിരിക്കും. വർക്കൗട്ടിന് ആയിരിക്കും അറിയില്ല. നല്ല ഉറക്കം ശരിയാവുന്ന അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ശരി, വന്നിട്ട് കാണാം. Carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns. നിങ്ങൾക്ക് മിക്കവർക്കും ഓൾറെഡി കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സമയം ഇപ്പോ 7:15 രാവിലെ. ഇന്നത്തെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായതാ. ഇപ്പോൾ കാണിച്ച പ്രകാരം ബുക്ക് വായന കഴിഞ്ഞു. വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായതാ. രാത്രി ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായി. ഇന്നലെ ഞാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായതാ. പക്ഷെ ഓഫായി പോയി എന്നൊക്കെ പറയില്ലേ, ബോഡി മൊത്തത്തിൽ വീക്കായി. ഞാൻ ഉറങ്ങിപ്പോയി. ബോഡി ലിറ്ററലി ഓഫായി പോയി. ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എഴുന്നേക്കുന്നത്
ഇടയിൽ വെച്ച് എഴുന്നേറ്റു കേട്ടോ. അന്നേരം ഇടയിൽ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ മോർണിംഗ് പേഴ്സൺ. അപ്പോൾ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റാണ് എനിക്ക് ശീലം. എനിക്ക് അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക പൊതുവെ. അനിയനാണെങ്കിൽ അങ്ങനെയല്ല, അനിയൻ കുറച്ചും കൂടെ നൈറ്റബിളാണ്. അവൻ രാത്രി പഠിക്കാതിരിക്കുക. പിന്നെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് രാത്രി ഫുട്ബോൾ കളിയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ രാത്രി അങ്ങനെ പോകും. അപ്പോൾ ഇന്നലെ അനിയൻ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് നാളെ കോളേജ് എന്ത് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അവൻ അതിൻ്റെ ഇതൊക്കെ ആയിരുന്നു. അവൻ്റെ ഉറക്കം പോയി. അതിനിടയ്ക്ക് കയറി വരും, ഉറക്കം പോകും. ഇത് തന്നെയായിരുന്നു. എന്നിട്ട് പിന്നെ ഒന്നും ഉറങ്ങി എഴുന്നേറ്റപ്പോൾ മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ 6 മണിയായി. 6 മണിയായാലും എൻ്റെ ഉറക്കമൊട്ടും ശരിയായില്ല. എനിക്ക് ഏകദേശം ഒരു 6 മണിക്കൂറിനടുത്ത് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസം എൻ്റെ പോക്കാണ് പൊതുവെ. എനിക്ക് ഉറക്കം അത്ര ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. നമ്മൾ 6 മണിക്ക് എഴുന്നേറ്റ് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവസ്ഥ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ മുന്നേ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തായിരിക്കുമ്പോൾ ഇത്രയ്ക്ക് പണികൾ വരാൻ ചാൻസ് കുറവാണ്. അവിടെ ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഒറ്റയ്ക്കല്ല, കൂട്ടുകാരന്മാരുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു പ്രൈവറ്റ് സ്പേസ് ശമ്പളം കിട്ടണോണ്ട് ആ ഒരു രീതിയിൽ അങ്ങനെ പൊക്കോളും. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ ഏകദേശം കാര്യങ്ങൾ നടക്കും. പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് പൊക്കോളും. അതുകൊണ്ട് പഠിക്കാൻ കുറച്ച് കംഫർട്ടബിൾ അവിടെ തന്നെയാണ്. നമ്മൾ പഠിക്കാൻ ഫ്ലോ കിട്ടാനും ബെസ്റ്റ് അവിടെ തന്നെ. ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടി കയറി വരും. നമ്മുടെ വീട്ടുകാരൊരു പരിപാടിയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പോവും. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ നടക്കില്ല. അപ്പോൾ ചാലഞ്ചിൻ്റെ കാര്യം നാട്ടിൽ വരുമ്പോൾ എനിക്ക് കുറച്ച് സംശയമാണ്. പണിയാവുമെന്ന് എനിക്ക് ഉറപ്പാണ് നാട്ടിൽ വരുമ്പോൾ. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചിട്ടുണ്ടായേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 11 മണിക്ക് വർക്കൗട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് മൊത്തത്തിൽ ഡൗൺ ആയി പോയിട്ട് പിന്നെ ക്ഷീണം കാരണം പോയി. ഇന്നലെ ഞാൻ കുറേ ഡ്രൈവ് ചെയ്യാണ്ടായി. നമ്മൾ പൊതുവെ ഡ്രൈവ് ചെയ്യാറില്ലല്ലോ. ട്രിവാൻഡ്രത്തിരിക്കുമ്പോൾ തന്നെ അത്ര ലോക്കലോട്ടം തന്നെ വരണുള്ളൂ. ഇന്നലെ കുറേ കാർ ഓടിക്കാണ്ടായി. 100 കിലോമീറ്റർ കൂടുതൽ ഞാൻ തന്നെ ഇന്നലെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്യാത്ത കാര്യമായതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും അങ്ങനെ മൊത്തത്തിൽ ഓഫായി പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താന്നുള്ള ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ എന്താ, അടുത്ത ദിവസമായി. ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, എന്നേനെ ചെയ്യാം. അപ്പോൾ ഇത് ഒഫീഷ്യലി നമ്മുടെ 2ാമത്തെ തോൽവിയാണ്. 2ാമത്തെ ദിവസം. ഇതിന് മുമ്പ് ഒരു ദിവസം തോറ്റായിരുന്നു. ചാലഞ്ച് ഫെയിലായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ ഫെയിലായി. നോക്കാം ഇനി ബാക്കിയുള്ള ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് സാഡാണ് ഒബ്വിയസ്ലി. ചലഞ്ച് ഫെയിൽ ചെയ്ത് കുറച്ച് സാഡാണ്. പക്ഷെ പാർട്ട് ഓഫ് ദ ഗെയിം. തോൽവിയും ചെയ്യും ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണല്ലോ. നോക്കട്ടെ 30 ദിവസത്തിന് ഇനി ബാക്കി എന്തോന്ന് കണ്ടറിയാം. അപ്പോൾ ഓക്കെ, അണ്ടിൽ നെക്സ്റ്റ് ടൈം.